രാജ്യത്തെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരുപക്ഷെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കില്ല. അത് ബംഗാളിലേതാണ്. ബംഗാളിൽ തൃണമൂൽ തകർച്ച പൂർണ്ണമാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രി മമതാ ബാനർജി തോറ്റു. വാനിപ്പൂരിൽ മമതയുടെ തോൽവി 15,000 വോട്ടിനാണെന്നുള്ളതാണ്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, പ്രതിഷേധത്തിനിടെയും കനത്ത ശബ്ദമായി മാറുന്ന മമതാ ബാനർജിയെ നമ്മൾ കണ്ടു. ഇതുവരെയും കണ്ട മമതയുടെ ആധിപത്യമായിരുന്നു ബംഗാളിൽ ഉണ്ടായിരുന്ന. ആ ആധിപത്യത്തെ മമതയുടെ മണ്ഡലമടക്കം പരാജയപ്പെടുത്തിക്കൊണ്ട് BJP കുതിച്ചു കയറുകയാണല്ലേ? പക്ഷേ തീർച്ചയായും തൃണമൂൽ കോൺഗ്രസിന്റെ അടിവേരറുക്കുന്ന വിജയം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ BJPക്ക് ഉണ്ടായിരിക്കുന്നത്. മമതാ ബാനർജിയുടെ പതനത്തോട് കൂടി അത് പൂർണ്ണമായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം മമത ഈ തോൽവി നേരത്തെ പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് അവസാന റൗണ്ടുകളിൽ നേരിയ ഭൂരിപക്ഷം ഉള്ളപ്പോൾ തന്നെ മമത ഈ കൗണ്ടിംഗ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും തന്നെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നില്ലെന്ന് ആരോപിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ നാടകീയത നിറഞ്ഞ ആ മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ മമതാ ബാനർജിയുടെ തോൽവി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. 15,114 വോട്ടുകൾക്കാണ് മമത തോറ്റത്. BJPയുടെ സുവേന്ദു അധികാരിയോടായിരുന്നു ഭവാനിപ്പൂരിൽ മമതയുടെ തോൽവി എന്ന് പറയുന്നത്. മാത്രമല്ല, സുവേന്ദു അധികാരിക്ക് ഇത് ഇരട്ടി മധുരമാണ്. കാരണം സുവേന്ദു അധികാരി 2 ഇടങ്ങളിലാണ് മത്സരിച്ചത്. ഭവാനിപ്പൂരിലും അതോടൊപ്പം തന്നെ നന്ദിഗ്രാമിലുമായിരുന്നു. നന്ദിഗ്രാമിനേക്കാൾ മികച്ച ഭൂരിപക്ഷമാണ് ഭവാനിപ്പൂരിൽ മമതയ്ക്കെതിരായി സുവേന്ദു അധികാരിക്ക് നേടാൻ സാധിച്ചത്. നന്ദിഗ്രാമിൽ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഭവാനിപ്പൂരിലേക്ക് എത്തുമ്പോൾ അത് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് സുവേന്ദു അധികാരിക്ക് തല ഉയർത്തിപ്പിടിച്ചതിന് നടക്കാം. അദ്ദേഹത്തിന്റെ പ്രതികരണവും അത്തരമായിരുന്നു. അതായത് മമതയുടെ തോൽവി അനിവാര്യമായിരുന്നു, വിജയം ഞാൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നു എന്നായിരുന്നു സുവേന്ദു അധികാരിയുടെ പ്രതികരണം. അക്ഷയ. ശരി, വിഷ്ണു പ്രസാദ് വിവരങ്ങൾ നൽകിയത്. ഒരു മമതയും മമതയോട് കാണിച്ചില്ല. തീർച്ചയായും ഒരു മമതയില്ലാതെ ബംഗാൾ മമതയെയും തൃണമൂലിനെയും മാറ്റി നിർത്തിയിരിക്കുകയാണ്.